ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അവസാനം വരെ കേൾക്കാൻ ഇത് ശ്രമിക്കുക. അതായത് നമ്മളിങ്ങനെ വാതോരാതെ കേട്ടിട്ട് റിസൾട്ട് വരുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോഴും, അതുപോലെ തന്നെ എൽപി, യുപിക്ക് അവസരം കിട്ടണം എന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോഴും, മറു സൈഡിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ചിലരുണ്ട്. അത് നമ്മൾ കാണാതെ പോവില്ല. അതായത് ഒന്നാമത്തെ ആൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതായത് ഈ കേട്ടിട്ട് റിസൾട്ട് വരുന്നതിനെ പറ്റിയിട്ടുള്ള പരാതിയുമായിട്ട് പുള്ളിയെ സമീപിച്ചപ്പോൾ, പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്ന മറുപടി എന്ന് പറയുന്നത്, "നിങ്ങൾ പിഎസ്സി എക്സാം എഴുതണ്ട" എന്നാണ്. ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വേണ്ട മറുപടിയാണോ ഇത്? ഇല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിനൊരു തീരുമാനമെടുക്കുകയും എന്നാൽ ഇത്രയും പേര് എക്സാം എഴുതാൻ യോഗ്യരാണ്. പക്ഷേ റിസൾട്ട് വന്നില്ല. അത് എത്രയും പെട്ടെന്ന് വരണം. അവർക്കും അവസരം കിട്ടണം എന്ന് പറയേണ്ട ഒരു മന്ത്രി പറഞ്ഞത് നിങ്ങൾ പിഎസ്സി എക്സാം എഴുതണ്ട എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറു സൈഡിൽ ഈ നമ്മളെ കൂട്ടത്തിൽ തന്നെ, അതായത് കേറ്റിട്ട് കിട്ടിയവർ തന്നെ അവർ പറയുന്ന ഡയലോഗ്, എല്ലാം തികഞ്ഞു. ഈ ഒരു കേറ്റിട്ട് കിട്ടിയവർ വിചാരിക്കുന്നത് അവർക്കെല്ലാം തികഞ്ഞു. ഞങ്ങൾ യോഗ്യരായി. ഇനി കിട്ടാത്തവർ കിട്ടണ്ട, ഇല്ലെങ്കിൽ എഴുതണ്ട. നിങ്ങൾ റിസൾട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട. ഞങ്ങൾ എഴുതിക്കോളാം. ഞങ്ങളുടെ അവസരമാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് പേര്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു കേറ്റിട്ട് റിസൾട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിജയശതമാനം നമുക്കറിയാം. 20% അല്ലെങ്കിൽ 20% താഴെയാണ്. ഓരോ വട്ടവും ഓരോ വർഷവും 2 വട്ടം എക്സാം നടത്തുന്നു. അതിൽ കുറച്ച് പേര് പാസ്സാവുന്നു. ചിലപ്പോൾ ആദ്യം എഴുതുന്നവരായിരിക്കാം. ഒരുപാട് വർഷം എഴുതി പാസ്സാവുന്നവരായിരിക്കാം. അതിൽ തോക്കുന്നവരുടെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ തോറ്റു പോകുന്നവരാണ്. വീണ്ടും അവർക്ക് ഒരു വർഷത്തിൽ തന്നെ ആദ്യത്തെ എക്സാം എഴുതി അവർക്ക് തോൽക്കുകയാണെങ്കിൽ അടുത്ത എക്സാം എഴുതണം. അവർക്ക് പിന്നെയും കിട്ടണമെങ്കിൽ പിന്നെ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു കേറ്റിട്ട് കിട്ടിയവർ ഭയങ്കര ഞങ്ങൾ യോഗ്യരായി എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വട്ടം എഴുതിയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നേരം വന്ന വഴി ഒരിക്കലും മറക്കരുത്. ഇപ്പം എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റണം. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എന്തോ സ്വാർത്ഥനാവുകയല്ല വേണ്ടത്. മറ്റുള്ളവർക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും അവസരം കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കും കിട്ടണമെന്നേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അവരും എഴുതി, എഴുതി, എഴുതി എടുത്ത് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് കേറ്റിട്ട് കിട്ടി, ഇല്ലെങ്കിൽ കിട്ടാത്തവർ എഴുതണ്ട, ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ അങ്ങനെയല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെതിരെ എന്ത് പറയുന്നത് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ സ്വാർത്ഥമായിട്ട് അവിടെ ഇവിടെ നെഗറ്റീവ് അടിച്ച് സർക്കാർ കാര്യമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള കാര്യം എനിക്കറിയാൻ വയ്യ. ഈ ഒരു മനസ്സ് വെച്ചിട്ട്.